ഈശ്വരന്മാരെ, ഞാനെന്താ ചെയ്യണ്ടേ? താനൊരു പണിയാതെ ഞാൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുക, മനസ്സിലായില്ലേ? ഏറ്റുപാടിയാ മതിയോ? മതി. വായിക്കണോ? ഒന്നും വായിക്കണ്ട. ഈശ്വരോ, തത്തമ്മച്ചുണ്ട് സ്പൂണ് മൂക്കൻ സവള മാറൻ. നമുക്ക് ആരംഭിക്കാം. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ കഥാപ്രസംഗത്തിൽ കടക്കുകയാണ്. ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, നിങ്ങൾ ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കാ ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കാ ഉണരുവിൻ മർത്യരേ, വീണ്ടും നേരമുണ്ട്. എന്താ കാണിക്കുന്നത്? ഈശ്വരന്മാരെ എന്തിനു ചവിട്ടിയേ? എന്ത് ചവിട്ടിയെന്നാ? നീ ഉറങ്ങണോ ഉറങ്ങട്ടെ, എന്താ നീ വീണ്ടും വീണ്ടും ഉണരുവിൻ, ഉറങ്ങണോ ഉറങ്ങട്ടെ. ആശാൻ വീണ്ടും വീണ്ടും പറഞ്ഞില്ല, അയാൾ വീണ്ടും വീണ്ടും പാട്ട് പറഞ്ഞത്. വീണ്ടും വീണ്ടും പാടാൻ കൊള്ളാമോ അവനെ? സുഹൃത്തുക്കളെ, എന്റെ ഈ കഥ നടക്കുന്നത് വേറെ എങ്ങുമല്ല, ലണ്ടൻ എന്ന മഹാനഗരത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അതാ അങ്ങകലെ കിഴക്കേ ചക്രവാളൻ സുപ്രഭാതം പൊട്ടിവിടർന്നു. സുപ്രഭാതം പൊട്ടി വിരിഞ്ഞത്. ഈശ്വര, എന്തിനു പൊട്ടത്? ട്രാൻസ്ഫോമർ പൊട്ടിവാരിയായിപ്പോല്ലോ. ഇങ്ങനെ പൊട്ടിക്കല്ലേ കേട്ടോ. 2 അറ്റാക്ക് കഴിഞ്ഞ 3ാമത് ഒരെണ്ണത്തിന് കാത്തിരിക്കാൻ പറ്റില്ല, 4ാമത് ഒരെണ്ണം വരും. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അതാ അങ്ങ് കിഴക്കേ ചക്രവാളത്തിൽ സുപ്രഭാതം വിടർന്നില്ല. അതാ അങ്ങകലെ വെള്ളിക്കോടാലുമായി ഉദയസൂര്യൻ അങ്ങ് കിഴക്കകലെ വെള്ളകീറി. എന്താടത്? വെള്ളകീറിയത്. വെള്ളകീറിയതാ? വെള്ളയാണെങ്കിലും കറപ്പാണെങ്കിലും പച്ചയാണെങ്കിലും കീറുന്ന ശബ്ദമൊക്കെ ഒന്ന് തന്നെയാണ് ആശാനെ. ബെസ്റ്റ്. 5 നിമിഷങ്ങൾ കഴിഞ്ഞതും കുറച്ചും കൂടി കീറാണ്ടായിരുന്നു. തന്നെ എന്തേത്? ഒരാളിന് കീറണ്ട, സമാധാനായില്ലേ? തീർന്ന എല്ലാം കീറി കഥ തുടങ്ങിക്കോ. സുഹൃത്തുക്കളെ, അത് അങ്ങകലെ ആ കിഴക്കേ ചക്രവാളത്തിൽ വേണ്ട ഇനിയും കീറാനല്ലേ, അത് വേണ്ട. അതെ, അങ്ങകലെ അമ്പലത്തിൽ നിന്നും സുപ്രഭാത കീർത്തനം അമ്പലത്തിൽ നിന്നും ഒഴുകി വന്നു. ഗുഡ് മോർണിംഗ് എവരിബഡി, ഗുഡ് മോർണിംഗ് എവരിബഡി. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ വാസ് ഹോളിഡേ, അത് വെള്ളമടി ഡേ. എന്താ മോനത്? അല്ല, ലണ്ടൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണല്ലോ. അതെ. അപ്പൊ സുപ്രഭാത ഗീതം ഇംഗ്ലീഷിൽ കിടന്നിട്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. സമ്മതിച്ചു തന്നേക്കണേ. സുഹൃത്തുക്കളെ, അതാ അങ്ങകലെ ഒരു കൊച്ചു ഗ്രാമം, ലണ്ടൻ എന്ന മഹാനഗരത്തിലെ ആ കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കഥ നടക്കുന്നത്. ആ കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു ഗ്രാമമായിരുന്നു. അവരത് പാടി പഞ്ചായത്താക്കി, മുനിസിപ്പാലിറ്റി ആക്കി, കോർപ്പറേഷനാക്കി. ദൈവത്തോർത്തിന് പാടരുത്, മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, അതാ അങ്ങകലെ ഒരു ചെറ്റക്കുടിൽ കാണുന്നില്ലേ? ഇല്ലടോ. നോക്ക്, ശരിക്കും നോക്ക്. അവിടെ ഒരു കപ്പലിന്റെ മാത്രമേ ഉള്ളൂ. അതാ അങ്ങനെ ചെറ്റക്കുടിൽ കാണുന്നുണ്ട്. ആ ചെറ്റക്കുടിൽ കൂർക്കമ്പിൽ ചേർന്നുറങ്ങുന്ന ആരാണെന്ന് അറിയണ്ടേ? ആരാണോ? നിന്റെ അപ്പൻ. സുഹൃത്തുക്കളെ, അതാണ് നമ്മുടെ കഥാനായിക ശോഭ. എന്റെ ചെറ്റക്കുടിൽ കൂർക്കമ്പിൽ ചേർന്നുറങ്ങുകയാണ്. ശോഭ ഒരു പുലിക്കുഞ്ഞല്ല, ഒരു മനുഷ്യജീവിയാണ്, മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അതാ പെട്ടെന്ന് നേരം പരപരാ വെളുത്തു. ശോഭ വാതിൽ തള്ളി തുറന്നു. അങ്ങോട്ട് പൊളിയിട്ട് ആ വാലാണ്ട് പൊളിഞ്ഞാണ്ട് പോട്ടെ. ആരെത്രയും തുറക്കാൻ പറഞ്ഞേ? എന്റെ കഥാനായിക ശോഭ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? വാല് തുറക്കണോ തുറക്കണ്ട? പുറകോശ്വരി നീ അതിൻ്റെ ആരാ പറഞ്ഞത്? എന്തേ
എന്നാ താക്കോല് അടച്ചിട്ട് പൂട്ടിയിട്ടുണ്ട്, എപ്പോഴെങ്കിലും തുറക്കട ഇഷ്ടാവും. ആഹാ ശരി, മിടുക്കൻ. സുഹൃത്തുക്കളെ, അതാ എന്റെ കഥാനായിക ശോഭ പുറത്തേക്ക് ഇറങ്ങി. അതാ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ക്ലാ ക്ലാ ക്ലേ ക്ലേ ക്ലോ ക്ലോ. ശോഭ തിരിഞ്ഞു നോക്കി, മുറ്റത്തൊരു മൈന, മഞ്ഞ കൊക്കുകൾ മഞ്ഞക്കാലികൾ. ആ ശോഭയെ നോക്കി മൈന പാടി. ആ മൈന നോക്കി ശോഭ പാടി. മൈനെ എന്റെ മൈനെ നീ മൈനയായ തെങ്ങിനെ, മൈനയായ തെങ്ങിനെ, മൈനെ എന്റെ മൈനെ നീ മൈനയായ തെങ്ങിനെ, എങ്ങനെ മൈനയായ തെങ്ങിനെ, മൈനെ നീ മൈനയായ തെങ്ങിനെ, മൈനയായ തെങ്ങിനെ. എടാ മൈനെ, അവള് മൈനയായി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എടോ മൈനടുത്ത മൈനയായത് എങ്ങനെയാന്ന് വെച്ചാ മൈന എന്താ പറയണേ? ഇത് കേട്ടതും ആ മൈന തന്റെ തൂവലുകൾ ചിക്കി തുറന്ന് ആകാശത്തേക്ക് പറന്നകന്നു. എന്താ മോനത്? ഹെലികോപ്റ്റർ പോയോ? ആകാശത്തേക്ക് പറന്നു പോയത്. പറന്നു പോയത് മൈനെ. അത് ശരി, ഇങ്ങനെ ഹീറോ ഉണ്ടാവും പോണ വരിയില്. സുഹൃത്തുക്കളെ, അതാ പെട്ടെന്ന് അല്പസമയം കഴിഞ്ഞതും ഒരു വെളുത്ത അംബാസഡർക്കാർ ചീറിപ്പാഞ്ഞ് ശോഭയുടെ ഭരണത്തിന് വീട്ടിലെ മുന്നിലേക്ക് ആദ്യമഞ്ഞു. എന്താ മോനത്? അതെ, ഡോർ അടച്ചതാണ്. ഡോർ അടച്ചത് തുറക്കട്ടെ. എന്താ 5 ഡോർ അടച്ചത്? 5 ഡോർ എന്ന് പറഞ്ഞാൽ ഡിക്കിങ് കൂടെ അടക്കാനുണ്ടായിരുന്നത്. അതെ, അത് ശരി. ലഗേജൊക്കെ ഇങ്ങനെ ഇരിക്കല്ലേ, ആ. എടുത്ത് വെച്ചിട്ട് അടച്ചു വെച്ച്. സുഹൃത്തുക്കളെ, ബോണറ്റ് പൊങ്ങിയിരിക്കായിരുന്നല്ലോ, അടച്ചതോ? ബോണറ്റ് പൊങ്ങിയിരിക്കുന്നല്ലേ, അതടച്ച്. സുഹൃത്തുക്കളെ, അതിൽ നിന്നും ആ കാറിൽ നിന്നും വെളുത്ത അംബാസഡർ കാറിൽ നിന്നും നമ്മുടെ അജാനുവാഹയെ വെളുത്ത് മെലിഞ്ഞ അജാനുവാഹയെ കുള്ളനായ ഒരു ചെറിയ ചെറുപ്പക്കാരൻ വെളിക്കിറങ്ങി. അല്ല, വെളിയിലേക്ക് ഇറങ്ങി. അതാണ് നമ്മുടെ കഥാനായകൻ രേജൻ. രാജൻ. ഞങ്ങൾക്ക് ആധികന്മാരെ അങ്ങനെ പറയൂ, രേജൻ. രാജനെ കണ്ടതും ശോഭയുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. 2 കൺമഷി ഇടാത്ത കണ്ണുകൾ, 2 കൺമഷി ഇട്ട കണ്ണുകൾ. ആ രാജന്റെ ശോഭയുടെ നയനിൽ നോക്കി രാജൻ അറിയാതെ പാടിപ്പോയി. ഞാവൽ പഴം തോൽക്കും കരിനീല കണ്ണുകൾ ആരോ മലേ നിനക്കാരു തന്നു. ഞാവൽ പഴം തോൽക്കും കരിനീല കണ്ണുകൾ ആരോ മലേ നിനക്കാരു തന്നു. പഴം തോൽക്കും കരിനീല കണ്ണുകൾ അരമലേ നിനക്കാരു നൽകി. അവൻ പഴം തോൽക്കും കരിനീല കണ്ണുകൾ അരമലേ നിനക്കാരു നൽകി. അവൻ പഴം തോൽക്കും കരിനീല കണ്ണുകൾ അരമലേ നിനക്കാരു നൽകി. അപ്പം നൽകി. സുഹൃത്തുക്കളെ, അതാ രാജനും ശോഭയും തമ്മിൽ പ്രണയബദ്ധരായി. അവർ പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു. പാർക്കിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കുന്നു. സുഹൃത്തുക്കളെ, അവർ പ്രണയ ഉല്ലാസഭരിതരായിട്ട് പ്രണയ ഉല്ലാസം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരായിട്ടോ. നിങ്ങൾ മറ്റേ തവളക്കുഴിയല്ലേ? അതെ, തങ്കപ്പൻ. കഥാപ്രസംഗം അടിപൊളിയായിട്ടുണ്ട്. അല്ല. അതെ, എന്നെ കണ്ട ഒരു മെന്റൽ ഡിസീഷനുള്ള ആളെന്ന് തോന്നുന്നു. ഏയ്! ഒരു ഭ്രാന്തുള്ള ആളായിട്ട് തോന്നോ? ഭ്രാന്തനാ? അതെ. ചേട്ടനാ? തോന്നോ? ഒരിക്കലും ഇല്ല. തോന്നില്ലല്ലോ. ആര് പറഞ്ഞതൊക്കെ? ഞാന് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ്? എന്താന്ന് നോക്കണേ ഞാന് മനുഷ്യൻ. ഈ കയറ് ഞാൻ 2 കാൽമ കെട്ടിയ എനിക്ക് ഭ്രാന്താന്ന് പറയോ? ആര്? നാട്ടുകാരാ? ഞാൻ കെട്ടിയ ഒരിക്കലും ഇല്ല. ഇല്ല. ഏയ്! ഒരു കാലിന് കയറ് കെട്ടിയ ഭ്രാന്താന്ന് പറയോ? ഒരിക്കലും പറയില്ല. പ്ലീസ് ഗീവ് മീ കാൽ. എക്സ്ക്യൂസ് മീ, ഈ മനുഷ്യന്റെ കാര്യം. ചേട്ടാ, ഈ കാലുമ്പോ കയറ് കെട്ടിയില്ലല്ലേ? ഈ കയറിന്റെ മറ്റേറ്റം എവിടെയാണ്? ഈ കയറിന്റെ മറ്റേറ്റം ഇപ്പൊ പോവാൻ പോകുന്ന കൊട്ടാരക്കര സൂപ്പർ ഫാസ്റ്റ് കെട്ടിരിക്കുന്നു. ഇവനൊക്കെ പറഞ്ഞയക്കാൻ ഇതല്ലാണ്ട് വേറൊരു പണിയില്ല.